ഹലോ എവ്രി വൺ, വെൽക്കം ടു ജിബോർഡ്. എല്ലാവർക്കും മക്കളെ ജിബോർഡ് 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈസ് മീ നാഫി. യെസ്, അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജോഗ്രഫിയുടെ, അതായത് ജോഗ്രഫിയിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്ലേറ്റ്യൂ ഓഫ് ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ശ്രദ്ധിച്ചു, ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ചോദ്യം വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാട്ടോ. വിച്ച് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മോയ്സ്റ്റ് ഡിസ്യൂഡിയസ് ആൻഡ് ഡ്രൈ ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് ഇൻ പെനിൻസുല പ്ലേറ്റ്യൂ? ഉപദ്വീപീയ പീഠഭൂമിയിലെ ആർദ്ര ഇലപൊഴിയും വനവും വരണ്ട ഇലപൊഴിയും വനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇത് എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിന് ആൻസർ വരുന്നത്? മോയ്സ്റ്റ് ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് അഥവാ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 100 to 200 സെൻറ്റിമീറ്റർ, അല്ലെ, 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ ആനുവൽ റെയിൻഫോൾ അഥവാ വാർഷികമായി ലഭിക്കുന്ന പ്രദേശത്ത് കാണുന്നതാണ് എന്ത്? ഈ ഒരു കാടുകൾ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ കോമൺലി ഫോൺ ഇൻ ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട്. അപ്പോൾ വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗത്താണ് ഈ തരത്തിലുള്ള കാടുകൾ കൂടുതലായിട്ട് കാണുക. മെയിനായിട്ട് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ഇവിടെ കാണുന്ന മരങ്ങൾ ഏതൊക്കെയാ? ടീക്ക് അഥവാ തേക്ക്, സാല്, ശിശാം, മൗവ, സാൻഡൽവുഡ് അഥവാ ചന്ദനം, ഇങ്ങനെയുള്ള മരങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ആഡ് ചെയ്ത് വെക്കണം. ഇനി ഡ്രൈ ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് പറഞ്ഞാൽ എന്താ? 70 to 100 സെൻറ്റിമീറ്റർ, 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന പ്രദേശത്ത് കാണുന്ന ഫോറസ്റ്റ് ആണ് എന്ത്? ഡ്രൈ ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ഒരു ലെസ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ, വളരെ കുറച്ച് മാത്രം മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡ്രൈ ആയി കിടക്കും. ഇവിടെ കാണുന്ന മരങ്ങൾ ഏതൊക്കെയാ? ടീക്ക്, റോസ്വുഡ്, ആക്സ്വുഡ്, ബാംബൂസ്, അല്ലെ, തേക്ക്, റോസ്വുഡ്, ആക്സ്വുഡ് മുളവർഗ്ഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറ്റിക്കാടുകളും അതേപോലെ തന്നെ വരൾച്ച പോലെയുള്ള വരണ്ട ചെടികളുമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. ഇനി ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് സോയിൽ ടൈപ്പ് ഇൻ പെനിൻസുല പ്ലേറ്റ്യൂ. ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഇതിൻ്റെ ഒരു ആൻസർ. വിച്ച് ആർ ദി 3 ടൈപ്പ് ഓഫ് സോയിൽ ഇൻ വിച്ച് ആർ ദി മേജർ ടൈപ്സ് ഓഫ് സോയിൽ ഇൻ പെനിൻസുല പ്ലേറ്റ്യൂ? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ആൻസേഴ്സ് അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒന്ന് സെറ്റ് ആക്കണേ, റെഡി ആക്കണേ, ഓക്കെ ആക്കണേ. യെസ്, ആൻസർ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ 3rd ചാപ്റ്റർ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, എന്തൊക്കെയാണ് ഇവിടെ കാണുന്ന മണ്ണ്? ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണുണ്ട്, റെഡ് സോയിൽ അഥവാ ചുവന്ന മണ്ണുണ്ട്, ലാറ്ററൈറ്റ് സോയിൽ അഥവാ ലാറ്ററൈറ്റ് മണ്ണുണ്ട്, മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിൽ അഥവാ പർവ്വത മണ്ണുമുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്ലാക്ക് സോയിൽ നമുക്ക് എവിടെ പ്രധാനമായിട്ടും കാണാൻ പറ്റുക? ഡെക്കാൻ പ്ലേറ്റ്യൂ റീജിയൻ, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കാണുന്ന സോയിലാണ് ഇത് ബ്ലാക്ക് സോയിൽ കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കാണുന്ന സോയിലാണ് ഇത് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്ലാക്ക് സോയിൽ ഉണ്ടാവാൻ കാരണം എന്താ? ഇവിടെ ബസോൾട്ട് എന്ന് പറയുന്ന റോക്ക് ഉണ്ട്. പണ്ട് കാലത്ത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് എന്തായിരുന്നു? ലാവ ഉണ്ടായിരുന്നു. ആ ലാവ സോൾഡിഫൈ ചെയ്തിട്ട് ബസോൾട്ട് എന്ന റോക്കായിട്ട് മാറി. ആ ബസോൾട്ട് പൊടിഞ്ഞിട്ടാണ് എന്തുണ്ടായത്? ബ്ലാക്ക് സോയിൽ ഉണ്ടായത്. ഇത് ഏതൊക്കെ സ്റ്റേറ്റ് കാണുന്നുണ്ട്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഇവിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ സോയിൽ ഈസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ കോട്ടൺ ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. കോട്ടൺ കൃഷിക്കും പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഇത് ബ്ലാക്ക് സോയിൽ. ഇനി റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് കളറിലും യെല്ലോ കളറിലും കാണുന്ന സോയിലാണ്. പ്രസൻസ് ഓഫ് അയേൺ ഗീവ്സ് ഇറ്റ്സ് റെഡ് കളർ. ഇരുമ്പിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് ഇത് എന്ത് നിറത്തിൽ മാറിയത്? ചുവന്ന നിറത്തിൽ മാറിയത്. ഇതാണ് എന്ത്? റെഡ് സോയിൽ എക്സ്പ്ലനേഷൻ കേട്ടോ. ഇനി നിങ്ങൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് എവിടെ കാണാൻ പറ്റുക? ഈസ്റ്റേൺ ഘട്ട്, രാജ്മഹൽ ഹിൽസ്, വിന്ധ്യ സത്പുര മൗണ്ടെയിൻസ്, മൽവ പ്ലേറ്റ്യൂ ഈ ഭാഗങ്ങളിലൊക്കെയാണ് എന്ത് കാണുക? ലാറ്ററൈറ്റ് സോയിൽ കാണുക. ടീ, കോഫി, റബ്ബർ ആൻഡ് അർക്കനട്ടിൽ, അതായത് എന്താണ്? തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ സാധനങ്ങൾ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ലാറ്ററൈറ്റ് സോയിൽ ഉപയോഗിക്കും. അപ്പോൾ റെയിനും അതേപോലെ തന്നെ, അതായത് മൺസൂണും അതേപോലെ തന്നെ എന്താടാ പിന്നെ വെയിലും, ഈ മഴയും വെയിലും മാറി മാറി വരുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കാണുന്ന സോയിലാണ് ഇത് ലാറ്ററൈറ്റ് സോയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ എക്സാമിന് ഒരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദി മേജർ ക്രോപ്സ് ഇൻ പെനിൻസുല പ്ലേറ്റ്യൂ? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന വിളകൾ ഏതെല്ലാം? അവയിൽ ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ കോഫി അഥവാ കാപ്പി ഉണ്ട്, അതേപോലെ ടീ അഥവാ തേയിലയുണ്ട്, അതേപോലെ ഷുഗർ കെയിൻ അഥവാ കരിമ്പുണ്ട്, അതേപോലെ കോട്ടൺ അഥവാ പരുത്തി ഉണ്ട്, അതേപോലെ ഇങ്ങനെ 4 വിളകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഈ 4 ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഫി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താ? കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2nd പൊസിഷനിൽ ആരുണ്ട്? കേരളം ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോഫി ക്രോപ്സ് ഏതൊക്കെയാണ്? അറബിക്ക ആൻഡ് റോബസ്റ്റ. ഏതൊക്കെയാണ്? അറബിക്ക ആൻഡ് റോബസ്റ്റ. ശ്രദ്ധിക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന
സ്റ്റേറ്റ് ഏതൊക്കെയാണ്? അറബിക്ക ആൻഡ് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കോഫി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പ്, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കയറ്റി അയക്കുന്ന കോഫി ക്രോപ്പാണ് ഇതൊക്കെ. അറബിക്കയും റോബസ്റ്റയും അത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ടീ അഥവാ തേയിലുണ്ട്. എവിടെയൊക്കെയാണ്? നമ്മുടെ തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, കർണാടകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടീ ഉണ്ട്. പിന്നെ ഷുഗർ കെയിൻ, നമുക്കറിയാം ഷുഗർ കെയിൻ ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണുള്ള സ്ഥലങ്ങളിലാണ് എന്ത് കൃഷി ചെയ്യുന്നത്? ഷുഗർ കെയിൻ, എസ്പെഷ്യലി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷുഗർ കെയിൻ, ഈ ഒരു ക്വസ്റ്റൻ നോക്കണേ. വിച്ച് ആർ ദി ഫേവറബിൾ കണ്ടീഷൻ ഫോർ ഷുഗർ കെയിൻ ടു കൾട്ടിവേറ്റ് ഇൻ ഡെക്കാൻ പ്ലേറ്റു റീജിയൻ? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കരിമ്പ് കൂടുതലായിട്ട് കൃഷി ചെയ്യാനുള്ള കാരണം എന്താണ്? ഒന്ന് ബ്ലാക്ക് ലാവ ഇൻ ദ ഡെക്കാൻ പ്ലേറ്റു, അതായത് ബ്ലാക്ക് സോയിൽ, ഈ ഡെക്കാൻ പ്ലേറ്റുയുടെ ഭാഗത്തുള്ള കറുത്ത മണ്ണ്. രണ്ടാമത് എന്താ? ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആൻഡ് ലോങ് ക്രഷിംഗ് സീസൺ അല്ലേ, ഇവിടുത്തെ മേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും. പിന്നെ ഹൈ സുക്രോസ് കണ്ടന്റ് ഇൻ ദിസ് റീജിയൻ, ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്ന കരിമ്പിലൊക്കെ നല്ല സുക്രോസിന് അളവുണ്ട്. അതായത് ഈ ഷുഗർ കെയിനിലെ സുക്രോസ് ആണ് നമ്മൾ എന്താക്കി മാറ്റുക? ഷുഗറും ജാഗരിയും ഒക്കെ ആക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡെക്കാൻ പ്ലേറ്റിൽ ബ്ലാക്ക് സോയിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഷുഗർ കെയിനിൽ സുക്രോസിന് എമൗണ്ട് കൂടുതലാണ്. അതും ഇത് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഹോംവർക്ക്. വിച്ച് ഇസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുല പ്ലേറ്റു? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഇതൊക്കെ എക്സാമിന് വൺ വേർഡ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചോ ഇല്ലേ എന്നുള്ളൊരു ഐഡിയ ഏകദേശം കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? വിച്ച് ഏരിയ ഈസ് നോൺ ആസ് ദ ഹാർട്ട് ലാൻഡ് ഓഫ് മിനറൽസ്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ തേർഡ് ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ മാക്സിമം അയച്ചു കൊടുക്കുക. അവരോടൊക്കെ എന്ത് ചെയ്യാൻ പറയുക? വീഡിയോ ഒന്ന് കണ്ട് സെറ്റാക്കാനും പറയാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, nafi.edupod. നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. ഒന്ന് ഫോളോയും ചെയ്യട്ടോ. nafi.edupod എന്നുള്ള എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാം. പറ്റുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യും? തീർത്തു തരും. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.